നമസ്കാരം. എൻ്റെ പേര് വേണു ആർ പ്രഭു, അർജുൻ അസോസിയേറ്റ്സ്, കലാഭവൻ റോഡ്, എറണാകുളം. ഞാൻ ഇന്ന് ഒരു ആർട്ടിക്കിൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് ധനം മാഗസിനിൽ ഇന്നലെ വന്നിരുന്ന പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. GST കുറിച്ചിട്ടുള്ളതാണ് സബ്ജക്റ്റ്. GST രജിസ്ട്രേഷൻ കുട്ടിക്കളിയല്ല, നിസ്സാരമായി കണ്ട് GST രജിസ്ട്രേഷൻ എടുത്തു വെക്കുന്നവരെ കാത്തിരിക്കുന്നത് വൻ ബാധ്യത. ഇതാണ് ഹെഡിങ്. ഈ ആർട്ടിക്കിള് എഴുതിയിരിക്കുന്നത് അഡ്വക്കേറ്റ് KS ഹരിഹരൻ, എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് ബാല്യകാലങ്ങളിൽ. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, GST രജിസ്ട്രേഷൻ കുട്ടിക്കളിയല്ല, നിസാരമായി കണ്ട് GST രജിസ്ട്രേഷൻ എടുത്തു വെക്കുന്നവരെ കാത്തിരിക്കുന്നത് വൻ ബാധ്യത. അത് എന്താണെന്നുള്ളത് അദ്ദേഹം ഒന്ന് വിവരിച്ചിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യം മാസങ്ങളായി COVID-19 കുരുക്കിൽ അകപ്പെട്ട് വലയുകയാണ്. ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് മേഖലകൾ തടസ്സപ്പെട്ടെങ്കിലും ഇന്ന് രാജ്യത്താകമാനം ഒരു തടസ്സവും മുടക്കവും ഇടതടവില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സംഗതി GST നോട്ടീസുകളുടെ വരവാണ്. 2020 ജൂലൈ മാസം ആയപ്പോഴേക്കും ഇന്ത്യയിലെ നികുതിദായകർ GSTയിൽ നിന്നും കേന്ദ്ര GST ഓഫീസർ മുഖേന, സംസ്ഥാന GST ഓഫീസർ മുഖേന, അതായത് GST രണ്ട് ഇതുണ്ട്. അതായത് സെൻട്രൽ GSTയും സ്റ്റേറ്റ് GSTയും. അതായത് പണ്ടത്തെ സർവീസ് ടാക്സ് ഓഫീസേഴ്സും GSTയിൽ വരുന്നതാണ്. അപ്പോൾ കുറച്ച് ഡീലേഴ്സ് അതിലായിരിക്കും, കുറച്ച് ഡീലേഴ്സ് സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ളതിലായിരിക്കും. GST ഓഫീസർ മുഖേന ആയിരക്കണക്കിന് നികുതി നോട്ടീസുകളുടെ പേയ്മെന്റ് ഇന്റിമേഷനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. COVID-19 ഈ തീവ്രമായ അവസ്ഥയിൽ പോലും നോട്ടീസുകൾ GSTN പോർട്ടലിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നോട്ടീസുകളിൽ വലിയ ഭൂരിഭാഗം എത്തുന്നത് GST രജിസ്ട്രേഷൻ എടുത്ത ശേഷം കാലങ്ങളായി തങ്ങളുടെ GSTN പോർട്ടലോ റിട്ടേൺ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കുക പോലും നോക്കാതെ ഇട്ടിരിക്കുന്ന ഒരു പറ്റം നികുതിദായകരുടെ അരികിലേക്കാണ്. GST രജിസ്ട്രേഷൻ എന്നത് പാൻ എടുക്കുന്ന പോലെ ഒറ്റത്തവണ പരിപാടിയാണ് എന്ന് ഇന്നും വളരെയധികം ആളുകൾ വെച്ചു പുലർത്തുന്ന ഒരു അബദ്ധധാരണയാണ്. ഇത് തെറ്റാണ്. GST രജിസ്ട്രേഷൻ എടുക്കുക എന്നത് GST നിയമങ്ങൾ പ്രകാരം ഒരു രജിസ്റ്റേർഡ് ഡീലർ പാലിക്കേണ്ട എല്ലാ നിബന്ധനകളും പാലിച്ചു കൊള്ളാം എന്ന ഒരു സമ്മതപത്രം ഒപ്പിട്ട് നൽകിയതിന് തുല്യമായ പ്രവൃത്തിയാണ്. ഇത് കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ എടുത്ത ആളുകൾ GST നിയമങ്ങളുടെ നിബന്ധനകൾ പാലിച്ചില്ല എങ്കിൽ അവരുടെ മേൽ അസസ്മെന്റുകളും പിഴ മുതലായ ശിക്ഷാ നടപടികളും ചുമത്താൻ ഡിപ്പാർട്ട്മെന്റിന് കേവലം അധികാരമല്ല, ഉത്തരവാദിത്തമാണ് ഉള്ളത്. GST രജിസ്ട്രേഷൻ വെറുതെ എടുത്ത് ഇട്ട ശേഷം പ്രശ്നത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി ഇപ്പോൾ കാണുന്നത് 3 തരം ആളുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 1. സ്വന്തം GSTN പോർട്ടലും രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അക്കൗണ്ടും ഫോൺ നമ്പറും ശ്രദ്ധിക്കാത്തവർ. വലിയൊരു വിഭാഗം സാധാരണ ബിസിനസ്സുകാരും GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇമെയിൽ അക്കൗണ്ട്, ഫോൺ നമ്പറോ ആവാം കൊടുത്തിരിക്കുന്നത്. ഈ ഇമെയിൽ അക്കൗണ്ടിലേക്കോ ഫോൺ നമ്പറിലേക്കോ ഒക്കെ അസസ്മെന്റ് ഓർഡറുകളോ നോട്ടീസുകളോ ഡിമാൻഡുകളോ വന്നാൽ അത് ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. GSTയിൽ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമേ സാധാരണ നിലയിൽ ഒരു സാധാരണ അസസി കയറി നോക്കാറുള്ളൂ. അതിനാൽ നോട്ടീസോ ഡിമാൻഡോ വന്നു കിടന്നാൽ പോലും അതും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാം. പക്ഷേ ഈ അബദ്ധം മാപ്പാക്കിയിട്ടുള്ള ഒരു വകുപ്പും തൽക്കാലം GST നിയമങ്ങളിലില്ല. GST നിയമപ്രകാരമുള്ള നോട്ടീസുകൾ GSTയിലേക്കോ രജിസ്റ്റേർഡ് ഇമെയിൽ അക്കൗണ്ടിലോ ഫോൺ നമ്പറിലോ വന്നാൽ തന്നെ അത് സെർവ് ചെയ്യപ്പെട്ടു കഴിഞ്ഞതായി കണക്കാക്കും. അതായത് നോട്ടീസ് അയക്കപ്പെട്ട ദിവസം മുതൽ അതിൽ പറയുന്ന കാലാവധി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. GSTന് എത്ര വൻതുക ഡിമാൻഡ് വന്നാലും അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ പറ്റുന്ന പരമാവധി കാലാവധി ഡിമാൻഡ് GSTയിൽ വന്നത് മുതൽ 3 മാസത്തിനുള്ളിലാണ്. പരമാവധി 1 മാസം കൂടി അപ്പീലിനെ വൈകൽ മാപ്പാക്കി അപ്പീൽ പരിഗണിക്കാം. അതിനപ്പുറം അത് മാപ്പാക്കാനും നിയമത്തിൽ വ്യവസ്ഥയില്ല. ചുരുക്കത്തിൽ GSTN ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഡിമാൻഡ് 120 ദിവസത്തിനു മുമ്പ് വന്നുപോയി എങ്കിൽ നികുതിദായകന് അപ്പീൽ കൊടുക്കാനുള്ള സാഹചര്യം കൂടി നിയമം അനുസരിച്ച് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഡിമാൻഡ് GSTയിൽ ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ 120 ദിവസം നമ്മുടെ നികുതിദായകൻ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നികുതിദായകൻ ആ നികുതി, അതിന്റെ പെനാൽറ്റി, അതിന്റെ പലിശ തുടങ്ങിയെല്ലാം അടയ്ക്കാൻ ബാധ്യസ്ഥനായി മാറും. ഈ അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്ന
ഡിമാൻഡുകളും പെനാൽറ്റികളും ഓർഡറുകളും എല്ലാം തന്നെ വളരെ വലിയ തുകകളാണ്. രജിസ്ട്രേഷൻ എടുത്തിട്ട് റിട്ടേൺ കൊടുക്കാത്തവർ. ഈ ലേഖനത്തിൽ നിന്നും ആദ്യം പറഞ്ഞതുപോലെ GST രജിസ്ട്രേഷൻ എടുക്കുക എന്നത് GST നിയമപ്രകാരം ഒരു രജിസ്റ്റേർഡ് ഡീലർ ചെയ്യപ്പെടേണ്ടതെല്ലാം ചെയ്തു കൊള്ളാം എന്ന് സമ്മതം കൊടുക്കൽ ആണ്. ഇതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ എടുത്ത ആളുകൾ അതിനുശേഷം റിട്ടേൺ സമയബന്ധിതമായി കൊടുത്തില്ലെങ്കിൽ ഓരോ മാസത്തെയും അസസ്മെന്റുകൾ ഓഫീസർക്ക് ഉത്തമ ബോധ്യമാണ് എന്ന നിലയിൽ എക്സ് പാർട്ടി അസസ്മെന്റുകളായി വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നടത്തുന്ന വകുപ്പ് പ്രകാരമുള്ള അസസ്മെന്റുകൾക്കും മുകളിൽ പറഞ്ഞ 90 ദിവസം അപ്പീൽ പരിധി ബാധകമാണ്. 90 ദിവസവും അടുത്ത 30 ദിവസം കൂടി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എടുത്തിട്ട് റിട്ടേൺ കൊടുക്കാതിരിക്കുന്ന ആൾക്ക് വൻ ബാധ്യതയാണ് വരാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യം എടുക്കുക. അയാൾ ടേൺ ഓവർ 5 ലക്ഷം മാത്രമായിരിക്കാം. അയാൾ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ ഒരു വർക്ക് ഓർഡർ കിട്ടാൻ GST രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ രജിസ്ട്രേഷൻ പേരിനെടുത്തു. പിന്നെ അതിന്റെ വരും വരായികൾ ശ്രദ്ധിക്കാതെ വിട്ടു. അദ്ദേഹം GST റിട്ടേൺ മാസം തോറുമോ ത്രൈമാസം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയോ കൃത്യമായി കൊടുക്കാതിരുന്നാൽ ബന്ധപ്പെട്ട പ്രോപ്പർ ഓഫീസർക്ക് ഇദ്ദേഹത്തിന്റെ റിട്ടേൺ കിട്ടാത്ത പക്ഷം ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്തേണ്ടതായി വരുന്നു. അങ്ങനെ ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഓഫീസറുടെ കാഴ്ചപ്പാടിൽ ഒരു തുക ഫിക്സ് ചെയ്യുന്നു. അടുത്ത മാസം ഇതിന്റെ 10-20% കൂട്ടി തുക ചുമത്തുന്നു. ഇതിന്റെ അർത്ഥം 1-2 വർഷമായി റിട്ടേൺ കൊടുക്കാതെ പോയിട്ടുള്ള രജിസ്ട്രേഷൻ എടുത്ത ആളുടെ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്തി ഓർഡറും ഡിമാൻഡും GST-യിൽ ഇപ്പോൾ തന്നെ വന്നു കിടപ്പുണ്ടാവും. നമ്മൾ നേരത്തെ കണ്ട ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്ക് ഒരുപക്ഷെ 5 ലക്ഷം മാത്രമേ ടേൺ ഓവർ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ കൊടുത്തു. എന്നിട്ട് അയാൾ കൊടുക്കാനിരിക്കുകയാണെങ്കിൽ അയാൾക്ക് 10-25 ലക്ഷം രൂപയുടെ അസസ്മെന്റ് ഓർഡർ വരെ വരാം. 120 ദിവസം കഴിഞ്ഞാൽ ആ ഓർഡറിനെതിരെ അപ്പീൽ കൊടുക്കാനും തടസ്സം ഉണ്ടായിരിക്കും. അടുത്തത് ഇടപാടുകാരുടെ സമഗ്രമായ വിവരങ്ങൾ സൂക്ഷിക്കാത്തവർ. ഒരു രജിസ്റ്റേർഡ് ഡീലർ റിട്ടേൺ സമയത്ത് കൊടുക്കുന്നുണ്ട്. GST പോർട്ടലും ഇമെയിലും ഫോൺ നമ്പറും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. എങ്കിലും ഇടപാടുകളുടെ എല്ലാ ചെറിയ വിവരങ്ങൾ ഉൾപ്പെടെ കൃത്യമായ രേഖപ്പെടുത്തി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളും പ്രശ്നത്തിലാവും. ഇപ്പോൾ നിരവധി നോട്ടീസുകൾ വരുന്നത് ഫോം 2A മിസ്മാച്ച് ആരോപിച്ചുകൊണ്ടാണ്. ഫോം 2A എന്നത് നമ്മുടെ സപ്ലയർമാർ അവരുടെ ഫോം 1-ൽ സെയിൽസ് ലിസ്റ്റുകൾ അവരുടെ GST-യിൽ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ GST-യിൽ ഓട്ടോ ജനറേറ്റഡ് ആയി വരുന്ന ഒരു ഫോമാണ്. മിസ്മാച്ച് ആരോപിച്ചുകൊണ്ട് വരുന്ന ഭൂരിഭാഗം നോട്ടീസുകളുടെയും വസ്തുത എന്തെന്നാൽ നമ്മുടെ കയ്യിൽ പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട്, നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് എടുത്തിട്ടും ഉണ്ട്. എന്നാൽ ആ ട്രാൻസാക്ഷൻ നമ്മുടെ സപ്ലയർ നമ്മുടെ നമ്പറിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുകയോ ടാക്സ് അടയ്ക്കാതിരിക്കുകയോ ചെയ്താൽ നമ്മുടെ ഫോം 2A-യിൽ നമ്മൾ ഫോം 3B-യിൽ കാണിച്ചിരിക്കുന്ന പർച്ചേസ് വാല്യൂവും അതിൽ മിസ്മാച്ച് കാണിക്കും. സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെ മിസ്മാച്ചുകൾ കാണിക്കാം. ഇങ്ങനെ നടത്തുന്ന നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് മിസ്മാച്ച് വന്നാൽ പോലും നമുക്ക് മേലെ ഇൻപുട്ട് ടാക്സ് നിശ്ചയിച്ചുകൊണ്ടും അതിന് പലിശയും പെനാൽറ്റിയും ഒക്കെ ചുമത്തിക്കൊണ്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ വൻ തുക നോട്ടീസുകളും ഡിമാൻഡുകളും വരാം. ഇത്തരം നോട്ടീസുകൾക്കും ഡിമാൻഡുകൾക്കും മേൽപ്പറഞ്ഞ 90 ദിവസം സമയപരിധി ബാധകമായിരിക്കും. ഇത്തരം നോട്ടീസുകൾ വന്നാൽ മുൻ ഇടപാടുകളുടെയും സപ്ലയർമാരുടെയും വിവരങ്ങൾ എളുപ്പത്തിൽ എടുക്കാവുന്ന രീതിയിൽ സൂക്ഷിക്കുന്ന ഒരാളല്ല ഡീലർ എങ്കിൽ മറുപടി കൊടുക്കാൻ പോലും ആവാതെ പെട്ടുപോകും എന്നത് ഉറപ്പാണ്. GST നിയമത്തിലെ സാങ്കേതികതകൾ അറിയാത്തവർ. GST നിയമത്തിൽ കുഴപ്പിക്കുന്ന ചില വകുപ്പുകളുണ്ട്. ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുഴപ്പിക്കുന്ന സെക്ഷനാണ് ചിലതരം പർച്ചേസുകൾക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കാതെ തെറ്റായി ഇൻപുട്ട് എടുത്തു പോകുന്നവർക്ക് നിയമവിരുദ്ധമായി ബ്ലോക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തു എന്ന ആരോപണത്തിൽ പിഴയും പലിശയും ഉൾപ്പെടെ വൻ തുകകൾ ഡിമാൻഡുകൾ ഇപ്പോൾ വ്യാപകമായി വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ GST രജിസ്ട്രേഷൻ എടുക്കാത്തവർ വളരെ കൃത്യമായ രീതിയിൽ GST നെറ്റ്വർക്കിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത ഫോൺ നമ്പറും ഇമെയിൽ അക്കൗണ്ടും പരിശോധിച്ചു കൊണ്ടിരിക്കുകയും റിട്ടേണുകൾ സമയബന്ധിതമായി സമർപ്പിക്കുകയും
എല്ലാ ഇടപാടുകളുടെയും ഇടപെടുന്ന സപ്ലയർമാരുടെയും സ്വീകർത്താക്കളുടെയും രേഖകളും മറ്റ് എഴുത്തുകുത്തുകളും കൃത്യമായി സൂക്ഷിക്കുകയും നികുതി സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രൊഫഷണലായ രീതിയിൽ അവലംബിക്കുകയും ചെയ്യാത്ത പക്ഷം വൻ ബാധ്യതകൾ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ COVID-19 തിക്തമായ അവസ്ഥ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആയിരക്കണക്കിന് നോട്ടീസുകളും ഡിമാൻഡുകളാണ് GST ഡിപ്പാർട്ട്മെന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. 2017-18 കാലഘട്ടത്തിലെ ആണെങ്കിൽ അത് ഡിമാൻഡാണ്. ആ ഡിമാൻഡിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിരവധി നികുതിദായകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ GST രജിസ്ട്രേഷൻ എടുത്തിട്ട് അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാതിരുന്നാൽ ഇത്തരത്തിലുള്ള ഒരുപാട് അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നുണ്ട്. പാൻ എടുക്കുന്നത് പോലെ നിസ്സാരമായി കരുതി GST രജിസ്ട്രേഷൻ എടുക്കുന്ന പ്രവണത ആളുകളെ പ്രശ്നത്തിലാക്കും. ഇങ്ങനെ അനാവശ്യമായി രജിസ്ട്രേഷൻ എടുത്ത് പ്രശ്നത്തിലാവുന്നത് കൊണ്ട് ഇത്തരത്തിൽ പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി സർക്കാർ എന്തെങ്കിലും അമ്നസ്റ്റി സ്കീം GSTയുടെ ആദ്യ 1-2 വർഷങ്ങളിലെങ്കിലും ഉടൻ തന്നെ പ്രഖ്യാപിക്കണമെന്നും ഇത്തരം ആളുകൾ പെട്ടുപോവാതിരിക്കാൻ ബോധവൽക്കരണവും മറ്റു നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നും അഭ്യർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആശ്വാസ നടപടികൾ ഉണ്ടാവുന്നതുവരെ ജാഗ്രതയോടെ GST രജിസ്ട്രേഷനെ സമീപിക്കുക എന്നത് മാത്രമാണ് ബിസിനസ്സുകാർക്കായുള്ള ഏക വഴി. ഇതാണ് ഇദ്ദേഹം ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ വായിച്ചത്. അപ്പോ മെറ്റീരിയലും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടി. അപ്പോ എത്രയും വേഗം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് GSTയിലെ റിട്ടേൺസ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കുക എന്നുള്ള ഒരു അറിയിപ്പോടുകൂടി ടാക്സ് ഹബ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഈ ചാനലിലെ ഇന്നത്തെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ നല്ല വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ പറയുക. അതേപോലെ മറ്റുള്ളവരിലേക്കും ഈ ചാനലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.